റിസൾട്ട് എന്ന് പറയുന്നത് ഇപ്പം പ്രവാസികൾ വോട്ടവകാശം ലഭിച്ച ശേഷമുള്ള ആദ്യത്തെ ഒരു തെരഞ്ഞെടുപ്പാണിത്. ഗൾഫിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് നമ്മളൊരു ഓൺലൈൻ വോട്ടിംഗ് ഇങ്ങനെ കൊണ്ടുവന്നത്. അപ്പൊ അതിനൊരു വമ്പിച്ച സ്വീകരണവും കിട്ടി. നമ്മൾ 1 ലക്ഷത്തോളം ആൾക്കാർ പങ്കെടുക്കുകയും അത് വലിയൊരു വിജയമാവുകയും ചെയ്തു. അപ്പൊ അതിന്റെ റിസൾട്ട് UDF അനുകൂലമായിട്ടുള്ള റിസൾട്ടാണ്. നമ്മുടെ റിസൾട്ട് എന്ന് പറയുമ്പോൾ 86 സീറ്റ് UDF അതുപോലെ തന്നെ 53 സീറ്റ് LDF നേമത്ത് രാജഗോപാലിലൂടെ BJPയും ഒരു സീറ്റ് അക്കൗണ്ട് തുറക്കുന്നതായിട്ടാണ് നമുക്ക് റിസൾട്ട് വരുന്നത്. അതെ, റിസൾട്ട് കിട്ടിയേക്കുന്നത്. അപ്പൊ ഇതിന് ഒരു സാറിന്റെ വിലയിരുത്തല്, അപ്പൊ ഈ പ്രതികരണം ലഭിച്ച ഈ പ്രവാസികളുടെ ഈ വിലയിരുത്തല് നമ്മളുടെ കേരളത്തിലെ വരുന്ന റിസൾട്ടുമായിട്ട് എങ്ങനെ താരതമ്യപ്പെടുമെന്നാണ് സാറിന്റെ അഭിപ്രായം? അതാണല്ലേ? അതെ. ഓക്കെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമുക്ക് സംസാരിക്കാം. ഓക്കെ സാർ, പറഞ്ഞോളൂ സാർ. ഇപ്പൊ ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. കാരണം ഇപ്പൊ തന്നെ ഇപ്പൊ നിങ്ങളെ വിലയിരുത്തലില് 86 സീറ്റോളം UDF അതുപോലെ തന്നെ 53 സീറ്റോളം LDF അതുപോലെ ഒരു സീറ്റ് BJP അക്കൗണ്ട് തുറക്കുന്നതായിട്ട് ആദ്യമായിട്ട് ചരിത്രത്തിൽ ആദ്യമായിട്ട് BJP ഒരു അക്കൗണ്ട് തുറക്കുന്നതായിട്ടും കാണുന്നുണ്ട്. അതിന്റെ സാറിന്റെ വിലയിരുത്തില്ല, നമ്മൾ ഇതായിരിക്കുമോ നമ്മളെ കേരള രാഷ്ട്രീയത്തിൽ ഇപ്പം വരുന്ന തെരഞ്ഞെടുപ്പില് നമ്മളിപ്പോ ഈ റിസൾട്ട് വരുമ്പോൾ? തീർച്ചയായിട്ടും നിങ്ങളെ വിലയിരുത്തല് 100% റൈറ്റ് ആവാൻ സാധ്യതയുണ്ട്. അതിൽ ഒരു കാര്യം പറയട്ടെ, BJPക്ക് യാതൊരു കാരണവശാലും അക്കൗണ്ട് തുറക്കാൻ കഴിയില്ല ഇപ്പോഴും. കഴിയില്ല. രാജഗോപാൽ എന്ന് പറയുന്ന വളരെ നിഷ്പക്ഷം നല്ലൊരു വ്യക്തിയാണ്. മാനിച്ചുകൊണ്ട് തന്നെ പറയട്ടെ, BJPക്ക് ഓപ്പൺ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ 86 തൊട്ട് ഒരു 92 സീറ്റ് വരെ UDF പ്രതീക്ഷിക്കാമെന്നുള്ളതാണ് നമ്മളെ വിലയിരുത്തൽ. എന്റെ പേര് തീർച്ചയായിട്ടും അത് തന്നെയാണ്. പിന്നെ ഇവിടെ പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു, മനോരമയുടെ ഇതിലൊക്കെ പറഞ്ഞിരിക്കുന്നു LDF ഭൂരിപക്ഷം. അതൊക്കെ വെറുതെ പറഞ്ഞുണ്ടാക്കുന്നതാണ്. ഇത് എങ്ങനെയായാലും നിങ്ങളെ വിലയിരുത്തൽ പരിപൂർണമായിട്ടും യോജിക്കുന്നു അതിനോട്. ഇതിലും ഏകദേശം ഒരു 2-3-4 സീറ്റെങ്കിലും കൂടുതൽ വരാനേ സാധ്യതയുള്ളൂ. കൂടുതലാണ് സാർ പ്രതീക്ഷിക്കുന്നത്? തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നത് തന്നെ. തീർച്ചയായിട്ടും. ഓക്കെ സാർ. അപ്പൊ ഏകദേശം ഏതാനും മണിക്കൂർ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. അപ്പൊ അതിനകത്ത് നമ്മളുടെ ഒരു ഫലം എന്ന് പറയുന്നത് പ്രവാസികളുടെ ഒരു പ്രതിഫലനമാണ്, പ്രവാസികളുടെ ഒരു വിലയിരുത്തലാണ്. അപ്പൊ അത് നമുക്ക് കിട്ടിയ സപ്പോർട്ട് നമുക്ക് വളരെ വലുതാണ്. അപ്പൊ ഈ ഒരു വരുന്ന തെരഞ്ഞെടുപ്പ് ഫലം ഇപ്പം വരുന്ന ഗവൺമെന്റിൽ നിന്ന് UDF ആയിരിക്കും വരുന്നത് സാറിന്റെ അഭിപ്രായത്തില്. അപ്പൊ നമുക്ക് പ്രവാസികൾക്ക് പ്രത്യേകിച്ച് വോട്ടവകാശം ലഭിച്ച ഒരു അവസരത്തില് സാറ് നമുക്ക് പ്രവാസികളോട് ഈ ഗവൺമെന്റ് എന്ത് അനുകൂല നിലപാടായിരിക്കും ലഭിക്കുമെന്നാണ് സാർ പ്രതീക്ഷിക്കുന്നത്? തീർച്ചയായിട്ടും എന്റെ വിലയിരുത്തൽ പറയണമെന്നുണ്ടെങ്കിൽ പ്രവാസികൾക്ക് ആദ്യമായിട്ടൊരു മന്ത്രിയെ ഉണ്ടാക്കിയത് UDF ഗവൺമെന്റ് ആയിരുന്നു. തീർച്ചയായും. പക്ഷെ അത് എത്ര കണ്ട് പ്രാബല്യത്തിൽ വരുത്താൻ പറ്റിയെന്നുള്ളത് നമുക്ക് ചോദ്യത്തിനായിരിക്കുന്നു. കാര്യം ആദ്യത്തെ ഒരു പ്രവാസി മന്ത്രിയായിട്ട് MM ഹസൻ വരികയും, പക്ഷെ ഈ ഒരു പ്രവാസി കാര്യമന്ത്രി അല്ലെങ്കിൽ ഒരു മന്ത്രിസഭ രൂപീകരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഡിവിഷൻ കൊടുക്കുമ്പോൾ അതിനൊരു ബഡ്ജറ്റ് ഉണ്ടാവണം. UDF ഇത് വന്നപ്പോഴത്തേക്ക് അന്ന് ബഡ്ജറ്റ് ഇല്ലായിരുന്നു, അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം. പക്ഷേ എന്നിരുന്നാലും ആന്റണി ഗവൺമെന്റ് ശക്തമായിട്ടൊരു മന്ത്രിയെ അതെ കൊടുത്തിരുന്നു. പക്ഷെ ഇത്തവണ കഴിഞ്ഞ LDF ഗവൺമെന്റ് മുഖ്യമന്ത്രി ആ ഒരു പ്രവാസികാര്യ വകുപ്പ് കയ്യിൽ വെച്ച് കളിക്കുകയല്ലാതെ പ്രവാസികൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ അവർക്ക് സാധിച്ചില്ല, ഒന്നും ചെയ്തതുമില്ല. തീർച്ചയായിട്ടും വയലാർ രവി ഇത്തവണ പറയേണ്ടായിരുന്നു. വയലാർ രവി പ്രവാസികാര്യ മന്ത്രിയും അതിലുപരി ഈ എയർലൈൻസിന്റെ ചാർജ് കൂടെ കിട്ടിയതിന് ശേഷം അദ്ദേഹം പറഞ്ഞു ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അത് കേരളത്തിന്റെ ആളുകൾക്ക് ഏറ്റവും കൂടുതൽ അനുകൂലമായിട്ട് വരത്തക്ക സാഹചര്യത്തിലാണ് അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും സെൻട്രൽ ഗവൺമെന്റും UDF ഗവൺമെന്റ് വരുമ്പോൾ രണ്ടും കൂടെ യോജിച്ചുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുമെന്നുള്ള വിശ്വാസം തന്നെയാണ് ഇപ്പോഴും നമുക്കുള്ളത്. എസ്പെഷ്യലി സാറേ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ഇപ്പൊ ഈ വയലാർ രവി വന്നതിന് ശേഷം ഇപ്പൊ ഈ ഗവൺമെന്റ് ഇന്ത്യയിൽ നിന്ന് ഒരാള് നാട്ടിൽ നിന്ന് പ്രവാസ ലോകത്തിലോട്ട് വന്നാല് അത് ഡയറക്റ്റ് എംബസിയിൽ ഡയറക്റ്റ് അതിന്റെ ഇൻഫർമേഷൻ കിട്ടത്തക്ക ഒരു ഓൺലൈൻ സംവിധാനം വരെ അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട് സെൻട്രൽ ഗവൺമെന്റ്. വളരെ നല്ല കാര്യമാണ്. നാളൊക്കെ ചവിട്ടി കയറ്റി വിടത്തൊക്കെ ഇപ്പൊ എന്നാലും നടക്കുന്നുണ്ടായിരിക്കും. പ്രവാസികൾക്ക് എന്തായാലും ഇത്തവണ ഒരു 2000 എത്രയോ ആൾക്കാർ ഇവിടുന്ന് ഫ്ലൈറ്റ് പിടിച്ചൊക്കെ പോയി വോട്ട് ചെയ്തിട്ടുണ്ട്. അടുത്ത വർഷം ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് പോയി വോട്ട് ചെയ്യത്തക്ക ഒരു സാഹചര്യം കൂടെ ഉണ്ടാവും എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. ഓക്കെ സാർ. അപ്പൊ ഈ പ്രവാസികൾക്ക് ഇടയിൽ ഇപ്പം ഒരു പരിചിതനായ വ്യക്തി നിലയിൽ പ്രവർത്തിക്കുന്ന താങ്കളോട് ഇപ്പം എനിക്ക് ചോദിക്കാനുള്ളത് വെച്ചാൽ നമുക്ക് കിട്ടിയ ഒരു വോട്ടവകാശം
അതൊരു ചലനം ഉണ്ടാക്കും ഇനി ഭാവിയിൽ എന്ന് സാറ് കരുതുന്നുണ്ട്? 100% ചലനം ഉണ്ടാക്കും. എന്തുകൊണ്ട് നാട്ടിലുള്ള ആളുകൾക്ക് ഗവൺമെന്റ് എല്ലാം ചെയ്തു കൊടുക്കുന്നത്? വോട്ടാണ് പവർ എന്ന് പറയുന്നത്. അതെ. ഒരു മനുഷ്യന്റെ അബ്ദുൽ കലാം പറഞ്ഞുണ്ട്, നമ്മളുടെ നമ്മളുടെ അവകാശമാണ് വോട്ടിംഗ് എന്ന് പറയുന്നത്. നമ്മൾ തിരഞ്ഞെടുക്കുക നമ്മൾ ആവശ്യം. അപ്പൊ ഈ വോട്ടിനാണ് നാട്ടിൽ വിലയെന്ന് പറയുന്നത്. നാട്ടിലെ രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് ആവശ്യവും വോട്ടാണ്. വോട്ടുണ്ടെങ്കിൽ എന്തും ചെയ്യും. ഈ വോട്ടിന്റെ പവർ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി അത് കൂട്ടാനുള്ള ഒരു സാഹചര്യം കൂടെ കിട്ടിയാൽ സാഹചര്യം കൂടി നമുക്ക് ഉണ്ടായാൽ തീർച്ചയായിട്ടും നമ്മൾ വിചാരിക്കുന്ന നേടിയെടുക്കാൻ സാധിക്കും. അതിൽ സംശയം. ഓക്കെ. അപ്പൊ അതുപോലെ തന്നെ എനിക്ക് മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത്, പ്രവാസി മലയാളികളുടെ അവകാശങ്ങൾക്കായിട്ട് ഇവിടെ ഇപ്പോൾ ഒരുപാട് സംഘടനകളുണ്ട്, പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ ഇത്തരം സംഘടനകളുടെ പ്രവർത്തനങ്ങൾ നമ്മളുടെ ഈ ഒരു ഏകോപിപ്പിച്ചു കൊണ്ടുവരത്തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാവണം തീർച്ചയായിട്ടും നമുക്ക്. ഈ പ്രവാസി മലയാളി സംഘടനകളോട് സാറിന് പറയാനുള്ള കാര്യം എന്താണ്? പ്രവാസി മലയാളി സംഘടനകളോട് എനിക്ക് പറയാനുള്ളത്, ഒരുമിച്ച് നിന്നാൽ ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും. അതിൽ രാഷ്ട്രീയം നോക്കാതെ നമുക്ക് പ്രവാസി ഇവിടെ വന്നു കഴിഞ്ഞാൽ പ്രവാസിയാണ്. ഏത് രാഷ്ട്രീയക്കാർ ഇവിടെ വന്നാലും അവൻ പ്രവാസിയാണ്. അതെ, തീർച്ചയായിട്ടും പ്രവാസി. ഞാനിവിടെ സ്പെഷ്യലി പറയാൻ ഇവിടെ ഒരുപാട് മേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യക്തിയായിരുന്നിട്ട് പോലും എന്റെ വീട്ടിലൊരു കള്ളൻ കയറിയിട്ട് ആ കള്ളനെ പിടിക്കാനായിട്ട് എനിക്ക് ഒരു രീതിയിലുള്ള രാഷ്ട്രീയ സ്വാധീനം ചെലുത്താൻ സാധിച്ചിട്ടില്ല. ഞാൻ ഒരുപാട് ആൾക്കാർക്ക് സഹായം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ഈ പ്രവാസികൾ നമ്മൾ ഒരുമിച്ച് നിന്നാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. അത് രാഷ്ട്രീയത്തിന് അതീതമായിട്ട് നിൽക്കണം പ്രവാസി എന്നുള്ള രീതിയിൽ. ഇലക്ഷൻ വരുന്ന രാഷ്ട്രീയം ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. താങ്കൾക്ക് ഉണ്ടാവും, എനിക്കും ഉണ്ടാവും. തീർച്ചയായിട്ടും. പക്ഷെ പ്രവാസി എന്നുള്ള ഒരു നമ്മളുടെ ഒരു കൺസെപ്റ്റിൽ നിന്നുകൊണ്ട് എല്ലാവരും കൂടെ ഒരേ ശബ്ദത്തിൽ നമ്മൾ ഒരേ കാര്യങ്ങൾ പറഞ്ഞാൽ എത്തുമെന്നാണ് സാറിന്റെ ഒരു പ്രതീക്ഷ. അപ്പൊ എന്തായാലും നമ്മളിപ്പം മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മളുടെ സാറുള്ള ഈ ഇന്റർവ്യൂ നമ്മൾ ആയിരക്കണക്കിന് പ്രവാസികൾ ഇത് കേൾക്കും. പ്രവാസികളോട്, നമ്മളുടെ ഈ പ്രവാസി മലയാളികളോട്, മലയാളി സമൂഹത്തിനോട് സാറിന് കൊടുക്കാനുള്ള സന്ദേശം എന്താണ്? ഈ ഇലക്ഷൻ വരുന്ന സമയം, അതെ, റിസൾട്ട് വരുന്ന അവസരത്തിൽ അതുപോലെ തന്നെ നമ്മളുടെ ഈ ഒരു പ്രവാസി മലയാളികളോട്, ഇപ്പം രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണ് നമ്മള്. അതെ. അപ്പൊ അത്തരക്കാർ ഇപ്പൊ ഒരുപാട് ചെറുപ്പക്കാർക്കിടയിലൊക്കെ നമ്മൾ രാഷ്ട്രീയ ബോധം തന്നെ ഇല്ലാതായിട്ടുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളായാലും നമ്മൾ പൊതുവെ പ്രവാസ ലോകത്തോട് സാറിന് പറയാനുള്ള സന്ദേശം എന്താണ്? പ്രവാസ ലോകത്തോട് എനിക്ക് പറയാനുള്ള ഒരു സന്ദേശം, നമ്മളിപ്പോ പ്രവാസികളായിപ്പോയി ശരി തന്നെയാണ്. പക്ഷെ പ്രവാസികളായ നമുക്ക് എന്തെങ്കിലും നേടിയെടുക്കണം. നമ്മൾ അന്യരാജ്യത്ത് വന്ന് ജോലി എടുക്കുന്നില്ല, അല്ലെങ്കിൽ നാളെ നമ്മൾ നാട്ടിൽ പോയേ പറ്റൂ. നാട്ടിൽ തിരിച്ചു പോകേണ്ട ഒരു സാഹചര്യം നമ്മൾ വന്നെത്തിയിരിക്കുന്നു എന്ന് എല്ലാവരും മനസ്സിലാക്കി ജീവിക്കുക എന്ന് ആദ്യം എനിക്ക് പറയാനുള്ളൊരു നിർദ്ദേശം അതാണ്. എല്ലാ രാജ്യങ്ങൾക്കും തിരിച്ചു കുടിയേറി തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നാട്ടിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ അന്യരാജ്യത്ത് ജീവിക്കുന്നതിന് ഇവിടുത്തെ നിയമം ഏത് രീതിയിലെത്തുമെന്ന് അറിയാൻ ഒക്കില്ല. അതുകൊണ്ട് ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ തിരിച്ച് നാട്ടിൽ പോകേണ്ടവരാണ് എന്നൊരു കരുതലോടുകൂടി ജീവിക്കണം ഒരു അഭ്യർത്ഥനയുണ്ട്. ഓക്കെ സർ.